മലയാള സിനിമയ്ക്ക് ഏറ്റവും വലിയൊരു നഷ്ടമാണ് ശ്രീനിവാസൻ്റെ ആരോഗ്യമില്ലായ്മ തന്നെ വലിയൊരു നഷ്ടമായിരുന്നു. നമുക്ക് അത് കഴിഞ്ഞ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സത്യനന്ദിക്കാടുമായി ചേർന്നുള്ള സിനിമകൾ നമ്മൾ ഇന്നും പറയുന്നൊരു കാര്യമുണ്ട്. ദുബായ് ആണെന്ന് പറഞ്ഞ് മാമുക്കോയ ഇവരെ രണ്ടുപേരും കൊണ്ടുവന്ന് മദ്രാസിൽ വിടും. അറബി അറബിയോട് പറയാൻ അറബി പഠിപ്പിക്കുക, 2 വാക്ക് അറബി പഠിപ്പിക്കുക. ഇതൊക്കെ ഇത്രയും ഹ്യൂമറസ് ആയിട്ട് കാണുന്ന ഒരാളല്ലേ അത് പറയാം. എഴുതാനൊക്കൂ? അങ്ങനെ ഒരു കാര്യം എഴുതാൻ പറ്റൂ? സഖാവ് എന്താ കല്യാണം കഴിച്ചതെന്ന് ചോദിക്കുമ്പോൾ അത് നമ്മളിപ്പോൾ തൻ്റെ കാര്യമല്ലേ സംസാരിക്കുന്നതെന്നുള്ള മറുപടി ശങ്കരാടിച്ചാറുണ്ട്. അപ്പോൾ കല്യാണം നമുക്ക് അത്ര നല്ലതല്ല എന്ന് പറയുമ്പോൾ സഖാവ് കല്യാണം കഴിച്ചതോ എന്ന് ചോദിക്കുമ്പോൾ അല്ല അത് തൻ്റെ കാര്യമല്ലേ പറഞ്ഞത്, നമ്മളെ കാര്യമല്ലല്ലോ എന്ന് പറയുന്ന അത്തരം തമാശകൾ വളരെ രസകരമാണ്. ഇന്നസെൻ്റ് വരുന്നതും നാരിയൽ കാ പാനിയെക്കുറിച്ച് പറയുന്നതും അതിനെപ്പറ്റിയുള്ള അർത്ഥവ്യാഖ്യാനങ്ങളുമൊക്കെ വേറൊരു എഴുത്തുകാരനെ ചിന്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രത്തോളം മനസ്സിൽ ഒരു ലാളിത്യം കൊണ്ട് നടക്കുന്നതാണ് അദ്ദേഹം. ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും തൻ്റെ കഥാപാത്രങ്ങളെ പോലെ തന്നെ ലളിതമായി ജീവിച്ചു എന്നുള്ളതാണ്. ശരിക്കും അതാണ് ആ വാക്ക്. കാരണം കഥാപാത്രങ്ങൾ സാധാരണക്കാരാണ്. ശ്രീനിവാസൻ എത്ര വലിയ സ്റ്റാർ ആയിരിക്കുമ്പോഴും, എത്ര മാർക്കറ്റുള്ള ഒരു ടെക്നീഷ്യനും ഡയറക്ടറും ആക്ടറുമായിട്ടിരിക്കുമ്പോഴും ശ്രീനിവാസൻ എന്ന് പറയുന്നത് ഒരു സാധാരണ തലശ്ശേരിക്കാരൻ്റെ ഒരു സാധാരണ മനുഷ്യൻ, ഒരു സാധാരണ നമ്മളിപ്പോലെ ഒരു സാധാരണക്കാരനായിരുന്നു. ഒരു താരമായി ഒരിക്കലും അദ്ദേഹം മാറിയിട്ടില്ല. താരങ്ങളുടെ താരമായിരുന്നു ശ്രീനിവാസൻ. പക്ഷേ താരങ്ങളെക്കാൾ വലിയ താരം. പക്ഷേ ഒരിക്കൽ പോലും അദ്ദേഹം ഒരു താരമായിട്ടില്ല. സാധാരണക്കാരനായി ജീവിച്ചു. സാധാരണക്കാരുടെ തമാശകളും സാധാരണക്കാരുടെ ചിന്താഗതികളും ഒക്കെ കണ്ടു. അതാണ് ശ്രീനിവാസൻ്റെ പ്രത്യേകത. വലിയൊരു നഷ്ടമാണ് മലയാള സിനിമയ്ക്ക്. അദ്ദേഹത്തിന് ഇപ്പോൾ കുറേ നാളായിട്ട് അദ്ദേഹം സിനിമകളൊന്നും എഴുതുന്നില്ല. അത് തന്നെ ഒരു നഷ്ടമാണ്. അദ്ദേഹം ജീവിച്ചിരിക്കുന്നില്ല എന്നുള്ളത് വ്യക്തിപരമായൊരു നഷ്ടം. മരിച്ചു എന്നുള്ളത് വ്യക്തിപരമായ വലിയൊരു നഷ്ടമാണ്. ഒരു നല്ല സഹോദരൻ, ഒരു സുഹൃത്ത് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷേ അതിലുപരി മലയാള സിനിമയ്ക്ക് അദ്ദേഹം എഴുത്തും അഭിനയമൊക്കെ കുറച്ചത് തന്നെ അന്നോട്ട് തന്നെ ഒരു നഷ്ടമാണ്. കാരണം അത് നമ്മൾ നാടോടിക്കാറ്റ് പോലുള്ള സിനിമകൾ, അത് കഴിയുമ്പോൾ അതിൻ്റെ 2ാം ഭാഗം, ഇതൊക്കെ രസകരമാണ്. ഈ അറബി വേഷമൊക്കെ നമ്മൾ സാധാരണ കണ്ടാലും ഒരു തമാശയായിട്ട് തോന്നുമെങ്കിൽ ഇന്ന് നമ്മളതെല്ലാം എടുത്ത് അദ്ദേഹത്തിൻ്റെ ഓരോ കഥ, ഈ നമ്മുടെ വെള്ളാനകളുടെ നാട്, അതിൽ പപ്പുവേട്ടൻ്റെ സംഭാഷണമുണ്ട്. അതുപോലെ ടി പി ബാലഗോപാലൻ എം എ, ഒരു സാധാരണക്കാരനൊരു വീട് വയ്ക്കാനുള്ള സ്വപ്നം, ഒരു പടമൊക്കെ വരച്ച് അതിനുവേണ്ടി ഒരു സ്ഥലവും വാങ്ങിച്ചിട്ട് നടക്കുന്ന ഒരു സാധാരണക്കാരൻ. അതിൽ കുതിരോട്ടം പപ്പുവിൻ്റെ കഥാപാത്രങ്ങൾ, അമ്മൂമ്മയ്ക്ക് വേണ്ടി നേർച്ച നേരുന്നു. അമ്മൂമ്മ എന്ന് പറഞ്ഞ് 2 നേർച്ച നേരും. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള അമ്മൂമ്മമാരുണ്ട്. അമ്മൂമ്മ ഒന്ന് പറഞ്ഞ് 2 എൻ്റെ ഭഗവതി എന്ന് പറഞ്ഞൊരു നേർച്ച തന്നു. നേർച്ചയ്ക്ക് കൊടുക്കാനുള്ള പൈസ ഈ പാവപ്പെട്ട ബാലഗോപാലൻ്റെ ഇല്ല. അപ്പോൾ അതൊക്കെ സമൂഹത്തിലെ അത്തരം കാഴ്ചകൾ കാണാൻ, അത് പകർത്താൻ, നമുക്ക് പകർന്നു തരാൻ ശ്രീനിവാസനല്ലാതെ മറ്റൊരു ഫിലിം മേക്കറില്ല, ഒരു എഴുത്തുകാരനില്ല. എഴുത്തുകാർ പലരും അങ്ങനെ പറയാൻ, പക്ഷേ ശ്രീനിവാസനെ പോലെ ഫിലിം മേക്കർ ഇല്ല. സത്യങ്ങൾ തുറന്നു പറയാൻ മനസ്സുള്ള, ധൈര്യമുള്ള ഒരു ഫിലിം മേക്കർ. എന്നാൽ അതിൻ്റെ പേരിൽ ഒരു ജാടകളും അദ്ദേഹത്തിനില്ല. ഈ പറയുന്ന സമൂഹത്തിൽ ഇപ്പോൾ ആളാകാൻ വേണ്ടിയിട്ട് ചില വേലകളുണ്ടല്ലോ, സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് ഇങ്ങനെ മറ്റുള്ളവരെ ദുഷിപ്പ് പറഞ്ഞുമൊക്കെ, അങ്ങനെയുള്ള ഒരു കാര്യമില്ല. തമാശ അത് എത്ര വലിയ സ്റ്റാറാണെങ്കിലും, അത് മമ്മൂട്ടിയെ കുറിച്ചായാലും മോഹൻലാലിനെ കുറിച്ചായാലും, അദ്ദേഹം ഏത് പൊതുസ്ഥലത്തും അടിച്ചു വിടും. അതിനൊന്നും വേണ്ടി അത് കേൾക്കുന്നവർക്ക് ഒരു വിഷമവും ഇല്ല. നമ്മളെ കളിയാക്കിയില്ലോ എന്നുള്ളൊരു വിഷമം നമുക്കുണ്ടാവില്ല. അത്ര സ്നേഹത്തോടെയാണ് എല്ലാവരോടും ഇടപെട്ടത്. നല്ലൊരു ഫിലിം മേക്കറും നല്ലൊരു എഴുത്തുകാരനും നല്ലൊരു ഒബ്സർവേഷൻ, അദ്ദേഹത്തിൻ്റെ ഒരു വിലയിരുത്തലുകൾ വളരെ ഷാർപ്പായിട്ടുള്ള വിലയിരുത്തലുകൾ അതൊന്നും അദ്ദേഹം എടുത്തു വെച്ച് നാട്ടുകാർ മുമ്പിൽ അവതരിപ്പിക്കില്ല. തൻ്റെ കഥയിലൂടെ, തൻ്റെ കഥാപാത്രങ്ങളിലൂടെ ചില സാമൂഹിക വിമർശനങ്ങളും സാമൂഹികമായ ആരെയും അധിക്ഷേപിച്ച് പറയുന്ന ഒരു ഡയലോഗ് അദ്ദേഹത്തിന് സിനിമയിൽ ഉണ്ടാവില്ല. ശ്രദ്ധയുണ്ട്, അദ്ദേഹത്തിന് ഷാർപ്പായിട്ട് പറയുന്ന ഒന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾക്കത് ഹൃദയത്തിൽ തട്ടുന്ന തമാശകൾ. ഇത് ഇന്ന ആളെക്കുറിച്ചാണോ, ഇത് എന്നെക്കുറിച്ച് തന്നെയാണോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു എഴുത്തും കാര്യങ്ങളും വലിയൊരു നഷ്ടമാണ്. കാരണം അല്ല, അതിലൊക്കെ പുള്ളി തല്ലുകൊള്ളുന്ന ആളായിട്ടും പിന്നെ കരിവാരി തേച്ച് വരുന്ന പിന്നെ കള്ളനായിട്ട് വേഷം മാറി വരികയൊക്കെ ചെയ്യുന്ന ഒരു സാധാരണക്കാരൻ. അതിൽ ഏറ്റവും രസകരമായ മോഹൻലാൽ വീട്ടിൽ വരും. ശല്യമാണ്, ബുദ്ധിമുട്ടാണെന്ന് ഭഗവതിയും അമ്മയും വിളിച്ചിട്ട് ഒരു പെട്ടിയൊക്കെ എടുത്തിട്ട് ഒരു യാത്ര പോകും. രാത്രിയാകുമ്പോൾ ഇയാളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഒരു സാധാരണക്കാരൻ്റെ ചിന്തയാണ്. അതൊന്നും ഒരു എക്സാഗ്രേഷൻ അല്ല, അതൊരു സാധാരണക്കാരൻ്റെ ചിന്ത. ഇയാളെ പോറ്റാനുള്ള ശേഷി തനിക്കില്ലാത്തത് കൊണ്ട് ഒറ്റ മുങ്ങുകയാണ്. മൊത്തം ഫാമിലിയും വിളിച്ച് എന്താ കാര്യം എന്ന് പോലും പറയാതെ വണ്ടി പെട്ടിയെടുത്ത് പോവുകയാണ്, ടൂർ പോവുകയാണ്. അപ്പം തന്നെ
അപ്പോൾ ഇതൊക്കെ വളരെ രസകരമായ സംഭവമാണ്. ഈ റേഡിയോ നാടോടിക്കാരിൽ റേഡിയോ എടുത്തുകൊണ്ട് ബോംബെടുത്തുകൊണ്ട് വിൽക്കുന്നതൊക്കെ ഉണ്ടല്ലോ, വളരെ രസകരമായിട്ട് നമുക്കൊരു അഭിനയമാണെന്ന് തോന്നാത്ത, ഒരു എഴുതിയുണ്ടാക്കിയ ഒരു രംഗമാണെന്ന് തോന്നാത്ത രീതിയിലുള്ള. പിന്നെ തളത്തിൽ ദിനേശനെ പോലുള്ള കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ പിന്നെ സ്വയം പരിഹാസനാവുകയാണ്, അല്ല മറ്റൊരു നടനെ ഉപയോഗിച്ച് ഒരു തമാശ കാണിക്കുകയല്ല. അതൊക്കെ വളരെ വിസ്മയകരമായ എഴുത്തുകാരൻ. നമുക്ക് വാക്കുകളിലൂടെ അല്ലാതെ അത് നമ്മൾ കാലങ്ങൾ കഴിഞ്ഞാലും നമ്മൾ ശ്രീനിവാസനെ ഓർത്ത് അഭിമാനം കൊള്ളുകയും ചിരിക്കുകയും ചിന്തിക്കുകയും ചെയ്യും. അതെ അതെ, എല്ലാം അത് അദ്ദേഹം പറഞ്ഞതെല്ലാം സത്യമായിരുന്നു, ഇപ്പോഴും തുടരുന്നു. പോകണമെന്ന് വിചാരിക്കുന്നു. ഓക്കെ.